ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ വോയിസ് ഓവറിലല്ലേ ഇൻട്രോ തുടങ്ങില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തൊരു ഇൻട്രോ പോലെ ആക്കാം. അപ്പോൾ എൻ്റെ മുമ്പത്തെ ചാനലിൽ ഞാൻ ഇങ്ങനെ ഇൻട്രോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഈ ചാനലിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വീഡിയോസ് ഇട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഒരു 1 ഡേ ട്രിപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് പോയതും അവിടുത്തെ വ്യൂവും പിന്നെ ഫുഡും ഇതൊക്കെയാണ് വീഡിയോയിൽ വരുന്നത്. അപ്പം ജസ്റ്റ് ഒരു സ്മോൾ വീഡിയോ ആണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടിടാം. കാരണം കുറച്ച് ക്ലിപ്സ് ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു വ്ളോഗ് പോലെ ഇങ്ങനെ എടുക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് ബസ് കയറി നീലേശ്വരമാണ് പോകുന്നത്. നീലേശ്വരം ഫാൽക്കൺ ക്രൂയിസ് ആണെന്ന് തോന്നുന്നു. അവരുടെ ലാസ്റ്റ് അവരുടെ നെയിം മെൻഷൻ ചെയ്യാം. അപ്പോൾ അവരുടെ കൂടെയാണ് പോയത്. നമ്മൾ ഫസ്റ്റ് ബസ് കയറി ഫുള്ള് വൈബാക്കി ഡാൻസൊക്കെ കളിച്ച് പാട്ട് പാടി അങ്ങനെ പോയി. അവിടെ ഞങ്ങളെത്തി ബോട്ടിൽ കയറിയപ്പോൾ അവർ ഫസ്റ്റ് ചായയും പിന്നെ സ്നാക്സും തന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് തന്നു. ഉച്ചക്കത്തെ ഒരു സദ്യ പോലെയായിരുന്നു. ചോറുണ്ട്, അവിയലുണ്ട്. അവിയലാണോ പറയുക, അതിനത് കറക്റ്റ് എനിക്ക് അറിയില്ല. ഓക്കെ, ചോറുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, പപ്പടം, ഫിഷ് ഫ്രൈ, അങ്ങനെ കുറച്ച് സംഭവങ്ങളായിട്ട്. പിന്നെ പായസം അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെയും കുറച്ചും കൂടി ഗെയിംസ് കളിച്ചു. അപ്പം ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ടൈം പോയി. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്ത് കുറച്ചും കൂടി ഗെയിംസ് കളിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ മടങ്ങി. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി വീഡിയോ ആയിരിക്കും മേ ബി. പിന്നെ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ വ്യൂവിൻ്റെ സംഭവം വരുമ്പോൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലെങ്ത് കൂടിയാലായി. അപ്പം മൊത്തത്തിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡേ ആയിരുന്നു. നമ്മൾ നല്ലോണം ഒന്നാമത്തേത് ഫാമിലി ട്രിപ്പാണ്. നമ്മുടെ എൻറ്റയർ ഫാമിലി ഇല്ലെങ്കിലും അധിക ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് ആൾക്കാരെല്ലാം പരിചയം കുറവാണ്. അപ്പം ഈ ഒരു ട്രിപ്പിലൂടെ കുറേ ആൾക്കാരോട് കമ്പനി ആവാൻ പറ്റി. അപ്പോൾ നമ്മളാരും രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് വരുമ്പോൾ സ്നാക്സും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഗൈസ്, നമ്മളിവിടെ എത്തി. ഇനി പോണം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഡെസ്റ്റിനേഷനെത്തി. എന്താ പറഞ്ഞ എന്താ ഹായ് പറ സിയ. ഹായ് ഗൈസ്, നമ്മൾ എത്താനായി ഗൈസ്. സ്ഥലപ്പോൾ എത്തും. അങ്ങനെ ബോട്ടിൽ കയറി ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഒന്ന് കയറി കണ്ടു.
അങ്ങനെയെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവർ ചായയും പിന്നെ സ്നാക്സും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചതിന് കിഡ്സിൻ്റെ ഗെയിംസും പിന്നെ വലിയൊക്കെ ഉള്ള ഗെയിംസും ഒക്കെ കളിച്ച് ഞങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തിട്ടിരുന്നു. പിന്നെ അടുത്ത ഗെയിം സുന്ദരിക്ക് പൊട്ടുതൊടലായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നതല്ലോ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡിൻ്റെ ടൈമായി. അപ്പോൾ അവർ ഫുഡൊക്കെ കൊണ്ടുവച്ചു. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഓരോ ബോട്ട് കാണുമ്പോൾ അതിലുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ പറഞ്ഞ് കളിക്കുകയാണ് ചെയ്തത്. എന്തോ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള പോലെയായിരുന്നു ഉണ്ടായത്. പിന്നെ അങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടു. പിന്നെ അവരോട് ചോദിച്ച് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ബോട്ടൊക്കെ ഇങ്ങനെ ഓടിച്ചു. പിന്നെ അടുത്ത ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് കഴിയുമ്പം തന്നെ വൈകുന്നേരമായി. പിന്നെ ചായ കുടിക്കേണ്ട ടൈമായി. അപ്പോൾ അവരെ ചായയും പിന്നെ കപ്പ് കേക്കും തന്നു. അത് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ ബോട്ടിലെ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ ബോട്ടിലുണ്ടായ സംഭവങ്ങൾ ഇത്രയൊക്കെയാണ്. എന്തായാലും വരും. ഞാൻ അവരോട് കുറെ എന്തെല്ലാം ചോദിച്ചു. എന്താ എക്സ്പീരിയൻസ്? നമ്മൾ അലമ്പാക്കീന ശരിക്കും അറിയുന്നില്ല. ഇത് അച്ചാന്തിരുത്തി, ഞങ്ങളുടെ അച്ചാന്തിരുത്തി കോട്ടപ്പുറം എന്ന് പറയും. തേജസ്വിനി പുഴയാണ്. തേജസ്വിനി പുഴയിൽ ഒഴുകിയാണ് നമ്മൾ ആദ്യത്തെ അറബിക്കടലിലെ ഇതിൽ നേരത്തെ കണ്ടില്ല. അവിടെ നിന്ന് പിന്നെ കൗവായിക്കായെല്ലാം യാത്ര. അതിൽ വന്നവർക്ക് നല്ല ഭക്ഷണത്തോടൊപ്പം തന്നെ നല്ല ഡാൻസ് പാട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ അടിപൊളി. ഓക്കെ ബൈ. നമ്മളിപ്പോൾ തിരിച്ച് നമ്മളെ ബസ്സിലേക്ക് പോവാണ്. നമ്മുടെ ടൈം കഴിഞ്ഞു. ഇനി തിരിച്ച് നാട്ടിലേക്ക്. അപ്പോൾ ഇതുവരെ അടിപൊളിയായിരുന്നു, ഇഷ്ടമായി. ഇവരുടെ അടുത്ത് ഞാൻ ചോദിച്ചതിനായിരുന്നു നോർമൽ ഇത് ബോട്ടില്ലേ അത് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വന്നു ഇവരൊക്കെ തന്നെ പോവാനുള്ളത് പറഞ്ഞിരുന്നു. നോക്കാം. എന്തിനെട്ടിയത്? ഫുള്ള് 90s വൈബ് അല്ലേ? നല്ലൊരു എന്താ പറയുക പീസ് ആൻഡ് കാംഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. നമ്മളെല്ലാവരും നല്ലോണം അടിച്ച് പൊളിച്ച്
അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്സായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.